ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, നമ്മുടെ രാജ്യത്ത് 48 മണിക്കൂറിനകം നടന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. ഇന്നലെ ഇന്ത്യയുടെ ഒരു വിമാനം പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കൊടുത്തതാണ്. ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ, നമ്മുടെ കരസേനാ മേധാവി എല്ലാം ഈ 48 മണിക്കൂറിൽ സുരക്ഷാ മേധാവി അജിത് ഡോവൽ അടക്കം 48 മണിക്കൂർ എന്തൊക്കെയാണ് ചെയ്തത്, രാജ്യത്ത് എന്തോ പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്നലെ ഇതിനോട് ചേർത്ത് വായിക്കണം, നമ്മുടെ വ്യോമസേനാ മേധാവി അദ്ദേഹം സുവർണ ക്ഷേത്രത്തിൽ ഇത് നടത്തിയിട്ടുണ്ട്, സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പോരാത്തതിന് 4 എയർപോർട്ടുകൾ നമ്മുടെ ഇപ്പൊ തന്നെ അടച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുണ്ട്. റൺവേ റിപ്പയറിങ്ങിനാണ് അടച്ചത് എന്നാണ് ഇന്ത്യൻ എയർഫോഴ്സ് IAF പറയുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്ന വിവരം, നമ്മുടെ രാജ്യം തയ്യാറെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ കാലവും ഇന്ത്യ ആഗ്രഹിച്ചിരുന്ന ഒരു സ്വപ്നം പൂവണിയാൻ പോവുകയാണ് എന്നുള്ളതാണ്. ഇപ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ചിദംബരത്തിന്റെ ഒരു ട്വീറ്റ് ആണ്. ചിദംബരം പണ്ട് നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയപ്പോൾ ചിദംബരം ഒരു ട്വീറ്റ് ഇട്ടിരുന്നു, ഈ മണ്ടന്മാരായിട്ടുള്ള അന്ധഭക്തന്മാർ വിചാരിക്കുന്നത് രാമക്ഷേത്രം അവിടെ പണിയാൻ പോകുന്നുവെന്നും ജമ്മു കാശ്മീരിൽ നിന്ന് 370 പിൻവലിക്കാൻ പോകുന്നു എന്നുമാണ് എന്ന് ചിദംബരം ഒരു ട്വീറ്റ് ഇട്ടിരുന്നു. ആ ട്വീറ്റ് ഇപ്പൊ ഭയങ്കര ഫേമസ് ആണ്. ഇൻസ്റ്റയിലും ട്വിറ്ററിലൊക്കെ അത് ഭയങ്കരമായിട്ട് കിടന്ന് ഓടുന്നുണ്ട്. അതിനുശേഷം രാമക്ഷേത്രം വന്നു, 370 പിൻവലിച്ചു, നടക്കില്ലെന്ന് തോന്നിയ എല്ലാ കാര്യങ്ങളും നടന്നു. അതുപോലെ നടക്കില്ല എന്ന് തോന്നുന്ന ഒരു കാര്യമാണ്, പ്രതിപക്ഷവും പിന്നെ ഇവിടെയുള്ള മതമൗലികവാദികളും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, പാക് അധീന കശ്മീർ ഇന്ത്യയുമായി ചേരില്ല എന്നുള്ളത്. കാരണം അത് ചേർന്ന് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വലിയ കലാപം ഉണ്ടാകും, ലോക രാജ്യങ്ങൾ ഇടപെടും, ഇന്ത്യയെ മൂക്കിൽ വലിച്ചു കയറ്റും എന്നൊക്കെയാണ് ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം അത് വേറൊരു രാജ്യത്തിന്റെ സ്ഥലമല്ലേ, അതെങ്ങനെയാണ് നമ്മുടെ അടുത്ത് വരുന്നത്? അപ്പോൾ അതിന് UN കിടക്കുകയാണ് അതിന്റെ കേസും കാര്യങ്ങളൊക്കെ. ഒരിക്കലും നമ്മളുമായിട്ട് അത് ചേരാൻ പോകുന്നില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പോ ഇന്ത്യ തയ്യാറെടുക്കുന്നത് പാക് അധീന കശ്മീരിന് വേണ്ടിയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? യഥാർത്ഥത്തിൽ ഇന്ത്യ തയ്യാറെടുക്കുന്നത് അതിനാണോ? കഴിഞ്ഞ ഒരു 3 ദിവസമായിട്ട് വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം ഒരുപാട് അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം ഉന്നത സുരക്ഷാ സമിതി യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടുകയുണ്ടായി. ആ യോഗത്തിൽ ശ്രീമാൻ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ശ്രീമതി നിർമ്മല സീതാരാമൻ, ശ്രീമാൻ അജിത് ഡോവൽ തുടങ്ങിയവർ അതിൽ പങ്കെടുത്തു. ഒരു ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള യോഗമായിരുന്നു. പക്ഷേ യോഗത്തിന് ശേഷം മാധ്യമങ്ങൾ നൽകിയ വാർത്ത നമ്മളൊരു വലിയ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് ഒരുപക്ഷെ പോയേക്കാം. അപ്പോഴേക്കും നമ്മുടെ രാജ്യത്ത് ഈ പൂഴ്ത്തിവെപ്പുകാര്, കരിഞ്ചന്തക്കാര് അങ്ങനെയുള്ളവരെ ഇത് ചെയ്യാനും സുഗമമായ രീതിയിൽ നമ്മുടെ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് എത്തിക്കുകയായിരുന്നു അന്നതിന് വേണ്ടിയിട്ടും. ഒപ്പം തന്നെ ഈ വ്യാപാരികൾ വിലക്കയറ്റം, കഴിഞ്ഞ 1 മാസമായിട്ട് വിലക്കയറ്റം അവർ ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഇതിന്റെ മറവിൽ വിലക്കയറ്റം സൃഷ്ടിക്കാൻ ശ്രമിക്കും ചിലരും. അപ്പൊ അത് അങ്ങനെയുള്ളവരെ നോട്ടമിടാനും ഒക്കെയുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ചിലതുണ്ട് എന്നൊരു സംശയം. ഇവിടെയാണ് ഈ പാക് അധിനിവേശ കാശ്മീർ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ അധികം വിഷയങ്ങൾ. കാരണം ഈ നമ്മൾ തന്നെ ഒരുപാട് തവണ കൊടുത്തിട്ടുണ്ട്, അവിടെ പ്രക്ഷോഭങ്ങൾ നടക്കും. അവരൊരു വലിയ പ്രക്ഷോഭത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് പാക് അധിനിവേശ കാശ്മീരിൽ. കാരണം അവിടുത്തെ ഒരു മതപണ്ഡിതൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർനാഷണൽ മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു ബൈറ്റല്ല, ശരിക്കും പറഞ്ഞാൽ അയാളുടെ ഒരു വീഡിയോ സന്ദേശമാണ്. അതിനകത്ത് പറയുന്നത്, ഈ പാക് അധിനിവേശ കാശ്മീരിലുള്ള പെൺകുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഭീകരന്മാരും പട്ടാളക്കാരും പിടിച്ചുകൊണ്ടുപോയി ലൈംഗിക അടിമകളാക്കി വെക്കുകയാണ്. അതായത് പാകിസ്ഥാനിലുള്ള പട്ടാളക്കാരുടെയും ഭീകരന്മാരുടെയും ഒക്കെ ലൈംഗിക ദാരിദ്ര്യം തീർക്കുന്നതിന് വേണ്ടി അതായത് തങ്ങളെ ഒരു 2ാം കിട പൗരന്മാരാക്കി കണ്ടുകൊണ്ട് തങ്ങളെ അടിമകളാക്കി വെക്കുന്നു എന്നുള്ള ഒരു രീതിയാണ്. അപ്പൊ അതിനെതിരെ ഒരു വലിയ പ്രതിഷേധത്തിന് അവർ ആക്കം കൂട്ടുന്നുണ്ട്, അതിനുള്ള തയ്യാറെടുപ്പ് അവർ നടത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ പാക് അധിനിവേശ കാശ്മീര് ഇന്ത്യ എന്തായാലും പാക് അധിനിവേശ കാശ്മീർ ആക്രമിക്കാൻ പോകുന്നില്ല, ഒരിക്കലും ആക്രമിക്കുകയുമില്ല. കാരണം അത് നമുക്ക് ആക്രമിക്കേണ്ട കാര്യമില്ല, നമ്മുടെ സ്ഥലമാണ്, നമ്മുടേതാണത്. കാരണം അത് പാകിസ്ഥാൻ അംഗീകരിക്കുന്ന കാര്യമാണ്. കാരണം പാകിസ്ഥാന്റേതാണെന്ന് അവർ പറയുന്നില്ല. പാകിസ്ഥാന്റെ കോടതി, ഇസ്ലാമാബാദ് കോടതി, ഹൈക്കോടതി തന്നെ പറഞ്ഞതാണ്, പാകിസ്ഥാൻ നിയമങ്ങൾ POKയിൽ പ്രാവർത്തികമല്ല. കാരണം POK ഒരു സ്വതന്ത്ര പ്രദേശമാണ്, അവിടെ ഒരു പ്രധാനമന്ത്രിയുണ്ട്, അവർക്കൊരു ഭരണഘടനയുണ്ട്, ഒരു കൊടിയുണ്ട്. അപ്പൊ പാകിസ്ഥാൻ നിയമം എങ്ങനെയാണ് POKയിൽ പ്രാവർത്തികമാകുന്നത്? പക്ഷെ പാകിസ്ഥാന്റെ ഒരു സാമന്ത പ്രദേശം പോലെയാണ് അത് കൊണ്ടു നടക്കുന്നത്. UN-ലും ഇവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. പിന്നെ ഇതിനെ എങ്ങനെയെങ്കിലുമൊക്കെ UN വന്നിട്ടില്ല. ഈ കേസ് UN-ലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു വിവാദം ഉണ്ടാക്കാനാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തുർക്കിയും പാകിസ്ഥാനും ഒക്കെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിന് പല മുസ്ലിം രാജ്യങ്ങളും പിന്തുണ കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ അവർക്കൊന്നും അതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം പാകിസ്ഥാൻ തന്നെ പല കഷ്ണങ്ങളായിട്ട് ചേറിക്കൊണ്ടിരിക്കുക. ബലൂചിസ്ഥാനുണ്ട്, ഖൈബർ പഖ്തൂൺണ്ട്, സിന്ധു പ്രവിശ്യയുണ്ട്, പഞ്ചാബ് പ്രവിശ്യയുണ്ട്. അവിടെ തന്നെ പലതായിട്ട് പോകാൻ നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് ഇനിയിപ്പം വല്ലവരുടെ സ്ഥലം കയ്യേറി വെച്ചിരിക്കുന്നത് പിടിച്ചോണ്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അവിടെ നിന്ന് ഒരു വലിയ തള്ളിക്കയറ്റം അല്ലെങ്കിൽ ഒരു വലിയ മൂവ്മെന്റ് ഇന്ത്യയിലോട്ടും വന്നാൽ, ഒരുപക്ഷെ പാക് അധിനിവേശ കാശ്മീരിൽ നിന്നുള്ള ജനം ഞങ്ങൾ നിങ്ങളുടേതാണ്, ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മൂവ്മെന്റ് നീങ്ങുകയാണ് എങ്കിൽ സ്വാഭാവികമായി തന്നെ പാകിസ്ഥാൻ ഇപ്പോഴത്തെ അവസരത്തിൽ അവർ കൈ കെട്ടി നോക്കിയിരിക്കില്ല.
കാരണം അവരിപ്പോൾ തന്നെ വലിയ പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള സംഘർഷം ചൈനയുമായിട്ട് അത്ര സുഖകരമായ ഒരു പോക്കല്ല ഇപ്പോൾ. കഴിഞ്ഞ ദിവസം ചൈന ഒരു അന്ത്യശാസനം പാകിസ്ഥാന് നൽകിയിരുന്നു. അപ്പോൾ ഇറാൻ വിഷയത്തിൽ പാകിസ്ഥാൻ എടുത്ത നിലപാടുകൾ, ബലൂചിസ്ഥാന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ അനവധി പ്രശ്നങ്ങൾ നിലവിൽ പാകിസ്ഥാൻ. ഇതിൽ നിന്നൊക്കെ അവർക്ക് ശ്രദ്ധ തിരിക്കാൻ ഒറ്റ കാര്യമുള്ളൂ, ഇന്ത്യയുമായിട്ട് ഏറ്റുമുട്ടും. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇവരുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഇന്നലെ ഇന്ത്യയുടെ ഒരു പരിശീലന വിമാനത്തിന് നേർക്ക് അവര് വെടിവെച്ചത്. അതായത് ഞങ്ങൾ ഇങ്ങനെ വെടിവെച്ചു എന്നൊരു വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ ശ്രദ്ധ മാറ്റിവെക്കുന്നതിനായിട്ടായിരിക്കാം. ഏതായാലും ഈ എന്തോ ഒരു വലിയ മൂവ്മെന്റ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നു. എന്തായാലും നമുക്കറിയാം ഈ ഊർജ്ജ പ്രതിസന്ധിയും ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഇത്രയും വലിയൊരു സന്നാഹം നടത്തേണ്ട ആവശ്യങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ അവിടെയാണ് ഇങ്ങനെ ഒരു ചോദ്യം ഉരുത്തിരിഞ്ഞ് വരുന്നത്. ഈ പറയുന്ന പാക് അധിനിവേശ കാശ്മീരിന്റെ ഒരു വിഷയം അതിൽ കടന്നു വരുന്നത്. കാരണം അവരൊരു പ്രക്ഷോഭത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഒരു മുന്നൊരുക്കം നടത്തുന്നുണ്ട്. 9ഓളം സംഘടനകളാണ്, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളടക്കം 9ഓളം സംഘടനകളാണ് ഇതിന്റെ ഒരു കൂടിയാലോചനകളും മറ്റും നടത്തിയിരിക്കുന്നത്. ഇന്നലെ അവിടുന്ന് വന്ന റിപ്പോർട്ടുകൾ എത്രത്തോളമാണ് POK പൈശാചികമായ സംഭവങ്ങൾ നിന്ന് അല്ലെങ്കിൽ നമ്മളെ ഈ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ എന്നുള്ള വിവരങ്ങളൊക്കെ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെയും ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ തന്നെ മുമ്പ് റിപ്പോർട്ട് വരുന്നു, ഇവിടെ അഫ്ഗാനിസ്ഥാന്റെ ആളുകൾ ഈ ഖൈബർ പഖ്തൂൺ മേഖലയിൽ നിന്ന് തെഹ്രീക്കെ താലിബാൻ ഈ POK വന്ന് തമ്പടിച്ചിട്ടുണ്ട്. അതും ഒരു വലിയ വിഷയമാണ്. പാക് അധിനിവേശ കാശ്മീരിലുള്ള ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാക് അധിനിവേശ കാശ്മീരിലുള്ള ഭീകരന്മാരുടെ മെയിൻ കേന്ദ്രങ്ങളൊക്കെ അവിടെ നിന്ന് അവർ മാറ്റിക്കൊണ്ടുപോയിരുന്നു. കാരണം ഇന്ത്യക്ക് ഇപ്പം പാകിസ്ഥാൻ അകത്തേറെ ആക്രമണം നടത്താമെങ്കിൽ അവർക്ക് വളരെ സിമ്പിൾ ആണ് POK അടിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ മെയിൻ താവളങ്ങൾ പോയി. അപ്പൊ അവരുടെ ഒരു അഭാവം അവരിപ്പോ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അവിടേക്ക് തെഹ്രീക്കെ താലിബാൻ രംഗത്തെത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലേക്ക് തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്നത് പ്രത്യക്ഷമായി ഇന്ത്യയുമായി ശത്രുത പുലർത്തുന്ന ഒരു സംഘടനയല്ല നിലവിൽ. അപ്പൊ അവരുടെയും ഇവരുടെ എല്ലാം കൂടി ഭാഗമായിട്ടാണ് ഈ മൂവ്മെന്റ് വരുന്നത്. കാരണം അവരുടെ ഒരു പിന്തുണ ഇതിനകത്തുണ്ടാകും. തെഹ്രീക്കെ താലിബാന്റെ ഒരു പിന്തുണയോട് കൂടി തന്നെ ആയിരിക്കും പ്രക്ഷോഭം നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പ്രക്ഷോഭത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ പ്രക്ഷോഭകാരുടെ ലക്ഷ്യം ഇന്ത്യയിലേക്ക് എത്തുക. കാരണം തങ്ങളുടെ രാജ്യമാണ് ഇന്ത്യ, തങ്ങൾക്ക് രക്ഷയുള്ളത് ഇന്ത്യ മാത്രമാണ്. കാരണം കഴിഞ്ഞ കുറെ നാളായിട്ട് അവരുടെ ഈ സമരങ്ങളിലും മറ്റുമൊക്കെ സംസാരിക്കുന്ന നേതാക്കൾ എടുത്തു പറയുന്ന കാര്യം ജമ്മു കാശ്മീരിന്റെ വികസനം തന്നെയാണ്. 370 എടുത്തു കളഞ്ഞതിന് ശേഷം ജമ്മു കാശ്മീർ അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളാണ്. ശരിയാണ് ആ പറയുന്നത്. കാരണം ജമ്മു കാശ്മീരിലുള്ള പലരുടെയും റിലേഷൻസ് ബന്ധുക്കളും ഒക്കെ POK ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് ജമ്മു കാശ്മീരിൽ നോക്കൂ, ഞങ്ങളുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന സുഖം, നല്ല റോഡുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് ഭക്ഷണം, പാർപ്പിടം, ലൈറ്റ് എല്ലാം ഉണ്ട്. അവരെ നോക്കൂ നിങ്ങൾ, അവരുടെ രാജ്യത്തെ കാശ്മീരിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങൾ പറയുന്നത് പോലെ അല്ല അവിടെ. കാരണം അവരനുഭവിക്കുന്ന സ്വർഗത്താണ് അവർ ജീവിക്കുന്നത്. ഞങ്ങളെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് പീഡിപ്പിച്ച് അടിമകളാക്കുകയാണ്. ഇതിനെതിരെയാണ് അവർ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുന്നത്. ഒരുപക്ഷെ ആ പ്രക്ഷോഭം ഉടനടി ഉണ്ടാകുകയാണെങ്കിൽ പഴയതുപോലെ ആയിരിക്കില്ല. കാരണം ഈ തെഹ്രീക്കെ താലിബാൻ അടക്കമുള്ള സംഘടനകളുടെ വലിയ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ അതൊരു അക്രമാസക്തമാകുകയും വലിയ സംഘർഷവും ആഭ്യന്തര കലാപവുമായി മാറുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് കൈയും കെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല. ഇന്ത്യയിലേക്ക് ഈ മൂവ്മെന്റ് വരികയാണ്, ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറഞ്ഞവർ വരികയും ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിക്കുകയും വേലിക്കെട്ടുകൾ തകർത്തുകൊണ്ട് മുമ്പോട്ട് നീങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ ഇതിനെ തടയിടാൻ പാകിസ്ഥാൻ ചെയ്യുന്ന പണി ഇന്ത്യയെ ആക്രമിക്കുക എന്നുള്ളതായിരിക്കാം. ഒരുപക്ഷെ അത് ഒരു യുദ്ധത്തിന് കാരണമായേക്കാം, അതുമാകാം. ഇതെല്ലാം നമ്മൾ പറയുന്നത് ഇതിന്റെ കോൺസ്പിറസി തിയറികളുടെ ഭാഗമായിട്ട് മാത്രമാണ് നമ്മളിത് പറയുന്നത്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മൾ ഒന്നും തന്നെ പറയുന്നില്ല എന്നും കൂടെ പ്രേക്ഷകർ മനസ്സിലാക്കണം. കാരണം ഇത് കഴിഞ്ഞ ഒരു 72 മണിക്കൂറിനിടയിൽ ഈ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നീക്കങ്ങൾ, ആ നീക്കങ്ങൾ വലിയ രീതിയിൽ തന്നെ ട്വിറ്റർ അടക്കമുള്ള മീഡിയകളിൽ സൈന്യത്തിൽ നിന്ന് വിരമിച്ചവരും കേണൽമാരും മറ്റുള്ളവരും നടത്തുന്ന ഡിസ്കഷൻ, ആ ഡിസ്കഷന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്കഷനിലേക്ക് പോയത്.